ഇതിൻ്റെ അകത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ MLA നയിച്ച UDF 102 സീറ്റിലധികം നേടിയൊരു വലിയ വിജയം നേടിയിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, എറണാകുളം ജില്ലയിൽ 14 സീറ്റ് നേടിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എൻ്റെ നിയോജകമണ്ഡലത്തിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കല്ലേ. അത് അവർക്കുണ്ടാവും, അത് അവർ പ്രകടിപ്പിച്ചു, അത്രയേ ഉള്ളൂ. മനസ്സിലായി. അതിലൊന്നും ഞാൻ വീഴില്ല. അത് ആളുകളിൽ സന്തോഷമാണല്ലോ, അത് സന്തോഷം. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഇന്നലെ കണ്ടില്ലേ. അപ്പം അത് ജില്ലയിലെ 14 സീറ്റും കിട്ടിയിരിക്കുകയാണ്. എനിക്കും അഭിമാനമുള്ള കാര്യമല്ലേ, എൻ്റെ ജില്ലയല്ലേ. എൻ്റെ ജില്ലയിൽ 14 സീറ്റും മേടിയിരിക്കുക. കേരളത്തിൽ 102 സീറ്റും മേടിച്ചിരിക്കുക. അപ്പോൾ പ്രവർത്തകരും അനുഭാവികൾക്കും ഒക്കെ ഭയങ്കരമായ സന്തോഷം ഉണ്ടാവും. നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് കൂടുതൽ സന്തോഷം വരും. അത്രേ ഉള്ളൂ. ആ ചോദ്യം ഞാൻ കേട്ടില്ല. അതൊരു പ്രൊസീജിയർ അല്ലേ, ആ പ്രൊസീജിയർ തുടങ്ങിയില്ലല്ലോ. നമ്മൾ അതിൻ്റെ ഇടയിൽ ഓടുന്ന വണ്ടിയിൽ കയറി ഓടരുത്. ഓടുന്ന വണ്ടിയിൽ നമ്മൾ ഓടരുത്, വണ്ടി നിർത്തും. അപ്പോൾ ഇറങ്ങാനേ പാടില്ല. ഓടുന്ന വണ്ടിയിൽ കിടന്ന് നമ്മൾ ഓടിയാൽ സ്ഥലത്തെത്തുമോ? ഇല്ല. ഓടുന്ന വണ്ടിയിൽ നമ്മൾ സമാധാനമായിട്ട് ഇരിക്കുക, വണ്ടി നിർത്തുമ്പോൾ നമ്മൾ ഇറങ്ങുക. അല്ല, അതല്ല നടപടിക്രമങ്ങൾ പൂർത്തിയാകട്ടെ. അത് ഞാൻ ആവശ്യമുള്ള ചോദ്യം മാത്രമേ കേൾക്കുള്ളൂ. ആവശ്യമില്ലാത്ത നിങ്ങൾ എന്നെ കുരുക്കാൻ വേണ്ടിയിട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യത്തിലും ഞാൻ വീഴില്ല. കുറെ നാളായില്ലേ തുടങ്ങിയിട്ട്. സാധാരണഗതിയിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് തന്നെ തലേ ദിവസം ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ആൾക്കൂട്ടം കണ്ടിരുന്നു. ആൾക്കൂട്ടം അങ്ങനെ തന്നെയാണ്, പക്ഷേ സന്നാഹങ്ങളും സജ്ജീകരണങ്ങളും അതല്ല ഇന്ന് കാണാൻ കഴിയുന്നത്. അതല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. എറണാകുളം ജില്ലയിൽ എല്ലായിടത്തും അലയടിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റേറ്റ് ഒട്ടുക്കേണ്ടത്. ഈ വൻ വിജയം ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങളൊക്കെ കുറെ സർവേ നടത്തിയല്ലോ. ഞാൻ ഇതുമൊക്കെ പേരൊക്കെ നോക്കിയ കുറെ സർവേ നടത്തിയല്ലോ. സർവേ ഞങ്ങൾ തോറ്റുപോകുന്നൊക്കെ പറഞ്ഞ് സർവേ നടത്തിയ ആളൊക്കെ ഉണ്ടല്ലോ. ഇതിന് 84 സീറ്റ് LDF കൊടുത്ത സാധനം കാണാണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, 100-ലധികം സീറ്റുണ്ട് പറഞ്ഞല്ലേ, അതിലേ വന്നത്. അത് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കാം. കാരണം ഈ അസംബ്ലി സമ്മേളനം കൂടേണ്ടതുണ്ട് നേരത്തെ. അപ്പോൾ ഒരു പുതിയ ക്യാബിനറ്റ് വന്നിട്ടാണ് അവരാണ് റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത്, അസംബ്ലി സമ്മേളനം. അപ്പോൾ അത് ഒരു ടൈം ഷെഡ്യൂളുണ്ട്, അതനുസരിച്ചിട്ട് വരും.